നമസ്കാരം. എല്ലാവർക്കും സൃജന ഹിന്ദി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഝട്പട്ട് ഔർ നട്കട്ടിൻ്റെ ആദ്യ ഭാഗം കുറച്ച് നോക്കിയിരുന്നു. അപ്പോൾ നമ്മളതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ രണ്ട് സഹോദരങ്ങളുടെ കഥയാണ് ഝട്പട്ട് നട്കട്ട്. അവർ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും മൂത്ത ആളിന് ഇളയാളിൻ്റെ താമസങ്ങളും കുരുത്തക്കേടും കൊണ്ടുണ്ടാകുന്ന പരാതികളും അമ്മയോട് വന്ന് പറയുന്നതും, അപ്പോൾ അമ്മ പുഞ്ചിരിക്കുന്നതും തിരിച്ച് അനിയനെ നോക്കേണ്ടത് ചേട്ടൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് പോകാം. ഝട്പട്ട് ഝുഞ്ചലാന എന്ന് വെച്ചാൽ ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് സംസാരിക്കുന്നതിനാണ് ഝുഞ്ചലാന. നമുക്കതിനെ പിണങ്ങുക എന്നൊക്കെ പറയാം. അപ്പോൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്താ അവൻ പർ കുച്ച് കഹ്നപ്പാത്ത, അവൻ കുറച്ച് ചിണുങ്ങി, ദേഷ്യവും സങ്കടത്തിലാണ്, പക്ഷെ അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല. ചോട്ടെ കാ ധ്യാൻ തോ ഉസേ രഖ്നാ ഹി ഥാ. ഇളയ ആളിൻ്റെ മീൻസ് എന്താ, നട്കട്ടിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് അവൻ്റെ ജോലി തന്നെയാണ്. അമ്മ എങ്ങനെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. ലേക്കിൻ ഉസേ ലഗ്താ കി നട്കട്ട് കുച്ച് ജ്യാദാ ഹി നട്കട്ട് ഹേ. പക്ഷേ അവന് തോന്നുന്ന കാര്യം നട്കട്ട് അല്പമല്ല, കുറച്ചധികം കുരുത്തക്കേടാണ്. ആര്? തൻ്റെ അനിയൻ. रास्ता चलते रुककर पोकर के पानी के अंदर की मछलियाँ और पानी के ऊपर की बदखें देखने लगता है. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ നിന്നിട്ട് റുക്കിന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നിൽക്കുക അല്ലെങ്കിൽ നിർത്തുക, തടയുക എന്നൊക്കെയാണ് വാക്കിനർത്ഥം. അപ്പോൾ പോകുന്ന വഴിയിൽ നിന്നിട്ട് പോഖർ കെ പാനിക്ക് അന്തർ, കുളത്തിൻ്റെ വെള്ളത്തിൻ്റെ ഉള്ളിലെ മത്സ്യങ്ങളെയും അവർ പാനിക്ക് ഊപ്പർക്കി ബദഖയും, വെള്ളത്തിന് മുകളിലൂടെ പോകുന്ന താറാവുകളെയും ദേഖ്നെ ലഗ്താ ഹെ, നോക്കാൻ തുടങ്ങും. ബർഗദ് കെ ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേ പകടുക്കർ. ബർഗദ് വടവൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നീണ്ടു നിൽക്കുന്ന ജഡ്, വേര്. നമ്മൾ ഈ വലിയ വലിയ വൃക്ഷങ്ങളുടെ മുകളിൽ നിന്നും താഴേക്ക് വേരുകൾ ഇങ്ങനെ വള്ളികളായി തൂങ്ങിക്കിടക്കും. അപ്പോൾ ഈ ജഡെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന വേരുകൾ, ആ വള്ളി വേരുകളെ പകടുക്കർ പിടിച്ചുകൊണ്ട് ഝൂലിനെ ലഗ്താഹെ, ഝൂംന എന്നൊക്കെ പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ആടുക എന്നാണ്. നമ്മൾ ഫസ്റ്റ് ചായ എഴുതി, ചവർഗത്തിലെ ഫസ്റ്റ് ചായ എഴുതി ചൂംന എന്ന് എഴുതി കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ചുംബിക്കുക എന്നാണ്. നമ്മൾ ഝൂൽന, നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഝൂൽനയിലെ ഝായ എഴുതി ഝൂൽന എന്ന് എഴുതിയാലും ഝൂംന എന്ന് എഴുതിയാലും വാക്കിൻ്റെ അർത്ഥം ആടുക എന്നാണ്. ഝൂംന ഫസ്റ്റ് ചായ ആകുമ്പോൾ അർത്ഥം മാറും, അത് ചുംബിക്കുക എന്നാവും. അപ്പോൾ ഖേത് മേ ഘുസ്കർ, വയലിലേക്ക് കടന്നിട്ട്, ഘുസ്ന കടക്കുക, പ്രവേശിക്കുക, വയലിലേക്ക് കടന്നിട്ട് ഖാനയ്ക്ക് കോയി ചീസ് ഖോജിനെ ലഗ്താ ഹെ, കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നിങ്ങനെ അന്വേഷിക്കും അവൻ. ഖോജിന, മക്കളെ, നമ്മൾ മുൻകാല ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട് അന്വേഷിക്കുക എന്നുള്ളതിന്. ഖോജിന, തലാശന, ഡൂണ്ടിന, ജാഞ്ചിന, പരഖന, ഒരുപാട് വാക്കുകൾ. അപ്പോൾ ഖോജിന മീൻസ് അന്വേഷിക്കുക, ഓരോ വസ്തുക്കൾ അവനിങ്ങനെ അന്വേഷിക്കും. ബാഗ് സെ ഗുസർനെ പർ ആം യാ അമരൂദ് തോടിനെ ലഗ്താ ഹെ. ആ ഫലവൃക്ഷത്തോട്ടത്തോട് അല്ലെങ്കിൽ ആ ഗാർഡനിലൂടെ കടന്നു പോകുമ്പോൾ, കടന്നു പോവുക, മാങ്ങ അല്ലെങ്കിൽ പേരയ്ക്കൊക്കെ പറിക്കുക, പൊട്ടിച്ചെടുക്കും. തോടിന തകർക്കുക, പൊട്ടിക്കുക, പറിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പറിച്ചെടുക്കും. നാലേക്കോ ഉധർ സെ ഇധർ സെ ഉധർ ഛലാങ്ക് ലഗാക്കർ പാർ കർനെ കാ ഖേൽ ഖേൽനെ ലഗ്താ ഹെ. അപ്പോൾ തോട്ടിലൂടെ പോകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കോ അവിടുന്ന് ഇങ്ങോട്ടേക്കോ മുറിച്ച് കടന്ന് ഇങ്ങനെ ഓടി ഛലാങ്ക് മാറണ, കുതിച്ച് ചാടുക, ഇങ്ങനെ കുതിച്ച് ചാടി കളിക്കും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവൻ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകില്ല, ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടേയിരിക്കും, കാണിച്ചുകൊണ്ടേയിരിക്കും. നദി കെ പുൽക്കോ ജൽദി സെ പാർ കർനെ കെ ബജായ്. നദിയുടെ മുകളിലൂടെ ഒരു പാലമുണ്ട്, ആ പാലം മുറിച്ച് കടക്കേണ്ടതിന് പകരം കെ ബജായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഉസ്കി മുണ്ടേർ സെ ടിക്കർ നീച്ചെ ഭഗത്തി നദി കോ നിഹാന ലഗ്തി ഹെ. മുണ്ടേർ മീൻസ് കൈവരി. ആ പാലത്തിൻ്റെ കൈവരിയിൽ നിന്നുകൊണ്ട് നീച്ചെ ഭഗത്തി നദി കോ നിഹാന ലഗ്തി ഹെ, താഴേക്ക് പോകുന്ന നദിയെ എന്ത് ചെയ്യാൻ തുടങ്ങും, നോക്കാൻ തുടങ്ങും. നിഹാറിനെയൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ മേരെ ബച്ചേ കോ സിഖായേം എന്ന ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇസ് പ്രകൃതിക്ക് സുന്ദരത കോ നിഹാറിനെ ദേ എന്നൊക്കെ നമ്മൾ വരികൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിഹാറിന നോക്കുക. അപ്പോൾ നദിക്കോ നിഹാന ലിഖ്ത, അവൻ ആ പാലത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് താഴേക്ക് ഒഴുകുന്ന നദിയെ നോക്കിക്കൊണ്ടേ നിൽക്കും. ഏക് ദിൻ തോ നട്കട്ടിനെ ഹദ് ഹി കർദി. ഒരു ദിവസം നമ്മുടെ നട്കട്ട് എന്ത് ചെയ്തു? ഹദ്, അതിര്, പരിധി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പരിധി ലംഘിച്ചു, കുരുത്തക്കേട് കുറച്ച് അധികമായി. എന്താണ്? ദോനോ ഭായി സ്കൂൾ സെ ലൗഡ് രഹേ ഥേ. രണ്ടുപേര് സ്കൂളിൽ നിന്ന് തിരികെ വരുമായിരുന്നു. നദി കാ പുല്ലായ, നദിയുടെ പാലത്തിൻ്റെ അരികിലെത്തി. പുൽ, പാലം. തോ നട്കട്ട് പുൽ പർ ചഡ്നെ ഖേ ബജായ്. നമ്മുടെ നട്കട്ട് പാലത്തിൽ കയറുന്നതിന് പകരം ചഡ്ന, കയറുക. ചഡ്നയുടെ നേരെ ഓപ്പോസിറ്റാണ് ഇറങ്ങുക. അതിനെന്ത് പറയും മക്കളെ? ഉത്തർന എന്ന് പറയും അല്ലേ. ചഡ്ന കയറുക, ഓപ്പോസിറ്റ് ഉത്തർന ഇറങ്ങുക. ഊ ഫസ്റ്റ്, ത, ര, ന ദീർഘം. ഉത്തർന താഴേക്ക് ഇറങ്ങുക. അപ്പോൾ കയറേണ്ടതിന് പകരം നീച്ചെ ഉത്തർഗയ, താഴേക്ക് ഇറങ്ങി.
और नदी किनारे जा पहुंचा, നദിയുടെ അരികിലേക്ക് തീരത്തേക്ക് എത്തി. ബസ്തേ മേ പഹലെ സേ ഹി ബനാക്കർ രഖി കാഗസ് കി ദോ നാവേ നിക്കാലി. അപ്പം ബസ്ത തുണിസഞ്ചി നമ്മുടെ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ അവൻ്റെ ബാഗ്, അവൻ്റെ കറക്റ്റ് അർത്ഥം എന്താണ്, വലിയ തുണിസഞ്ചിയാണ് നമ്മൾ ബസ്ത എന്ന് പറയുന്നത്. അപ്പം അവൻ്റെ ബാഗിൽ നിന്ന് നേരത്തെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന കാഗസ് കി ദോ നാവേ നിക്കാലി. കാഗസ് എന്താണ്, പേപ്പർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന 2 വള്ളങ്ങൾ, നാവ് മീൻസ് വള്ളം, 2 വള്ളങ്ങൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഏക്ക് കർക്കെ ഓരോന്നായി ബഹത്തെ പാനി മീൻ ചോടി ഒഴുകുന്ന വെള്ളത്തിലേക്ക് എന്ത് ചെയ്തു, അവൻ ഒഴുക്കി വിട്ടു. നാവേം ബഹുച്ചലി, വള്ളങ്ങൾ ഒഴുകിപ്പോയി. ബഹ്ന ഒഴുകുക, ബഹാന ഒഴുക്കുക. തോ നട്കട്ട് ഖുഷ് ഹോക്കർ താലി ബജാന ലഗി. അപ്പോൾ ഈ വള്ളം ഒഴുകിപ്പോകുന്നത് കണ്ട് അവൻ കൈയടിച്ച് സന്തോഷിക്കാൻ തുടങ്ങി. താലി ബജാന കൈയടിക്കുക. ഇനി ഭജന എന്ന് പറഞ്ഞാൽ എന്താണ് വാക്കിൻ്റെ അർത്ഥം, മുഴങ്ങുക. ഭജാന മുഴക്കുക. ഓക്കെ, അപ്പോൾ കയ്യടി മുഴക്കി. ഓക്കെ, താലി ബജാനയിലേക്ക എന്ത് ചെയ്യാൻ തുടങ്ങി, അവൻ കൈയടിക്കാൻ തുടങ്ങി. ഉധർ പുൽ പർ പഹുച്ച് ചുക്കെ ഝട്പട്ടിനെ പീച്ചെ മുടുക്കത്തേക്കാം. അവിടെ പാലത്തിൻ്റെ അരികിലെത്തിയ ചേട്ടൻ ഝട്പട്ട് തിരികെ നോക്കിയപ്പോൾ എന്താണ്, തോ നട്കട്ട് നഹി ദിഖ, ആരെ കാണുന്നില്ല, നട്കട്ടിനെ കാണുന്നില്ല. ഝട്പട്ട് ഖബറാകയ, എന്താ ഝട്പട്ട് എന്ത് ചെയ്തു, വളരെയധികം പേടിച്ചു. ഖബറാന പേടിക്കുക. കി നട്കട്ട് കഹാകയ, എന്തിനാണ് ഭയപ്പെട്ടത്, അയ്യോ എൻ്റെ അനിയൻ എവിടെ പോയി എന്നുള്ള രീതിയിൽ ആര് ഭയപ്പെട്ടു, നമ്മുടെ ഝട്പട്ട് ഭയപ്പെട്ടു. താലി ബജനേക്ക് ആവാസ് സുൻകർ നീച്ചെ ദേക്കാ, കൈയടിക്കുന്ന ശബ്ദം കേട്ട്, ആവാസ് ശബ്ദം കേട്ട് എന്ത് ചെയ്തു, താഴേക്ക് നോക്കി. സുൻകർ കേട്ടിട്ട്, സുനന കേൾക്കുക, നീച്ചെ താഴേക്ക് നോക്കി. തോ നട്കട്ട് നീച്ചെ നദി കിനാരെ ഖടാ ദിക്ക. നോക്കിയപ്പോൾ എന്താ, നട്കട്ട് താഴെ നദിയുടെ അരികിൽ അവിടെ നിൽക്കുന്നതായി കണ്ടു. ഖടാ ഹോന നിൽക്കുക. അറിയാലോ, നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ കേൾക്കും, പ്ലാറ്റ്ഫോം നമ്പർ 4 पर ഖടാ ഹേ അല്ലെങ്കിൽ ഖടി ഹേ നമുക്ക് കേൾക്കാറുണ്ട്. ട്രെയിനിൻ്റെ നമ്പറിൽ വന്ന് നിൽപ്പുണ്ട് എന്ന് പറയുന്നതിന്. അപ്പോൾ ഖടാ എന്ന് വെച്ചാൽ നിൽക്കുക. അപ്പോൾ വന്ന് നിൽക്കുന്നു. ഝട്പട്ട് കോ ഉസ് പർ ബടാ ഗുസ്സ ആയ. ഝട്പട്ടിന് അനിയനോട് വളരെയധികം ദേഷ്യം തോന്നി. ഗുസ്സ ദേഷ്യം. ജോർ സെ ചില്ലാക്കർ പോല, ശക്തമായി ഉച്ചത്തിൽ ശക്തമായി ബഹളം വെച്ചുകൊണ്ട് പറഞ്ഞു. എന്താ, അരേ ചോട്ടെ, എടാ ചെറുക്ക, എന്താ തും വഹാ നീച്ചെ ക്യാ കർ രേ ഹോ, നീ താഴെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം. കാര്യം എന്താണ്, അനിയനെ സംരക്ഷിക്കുക എന്നാണ് ആരുടെ നിർദ്ദേശം, അമ്മയുടെ നിർദ്ദേശം. അപ്പം ഇവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും സമാധാനം പറയണം, ചേട്ടനോടാണ് മറുപടി പറയേണ്ടുന്നത്. അപ്പോൾ ചേട്ടനാണ് ടെൻഷൻ അത്രയും. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, എന്താ നീ താഴെ എന്ത് ചെയ്യാണ്, അനിയനോട് ചോദിച്ചു. നട്കണ്ണെ ചൗങ്കക്കർ ഊപ്പർ ദേഖ. ചൗങ്കന ചകിതനാവുക, ഞെട്ടുക, സ്തബ്ധനാവുക. ചകിതനായിക്കൊണ്ട് അവൻ മുകളിലേക്ക് നോക്കി. നദി കിനാരെ രഖ അപ്ന ബസ്ത ഉഠാനെ കേളിയെ ഝുക്ക. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, അവൻ നദിയുടെ അരികിൽ വെച്ചിരുന്ന തൻ്റെ ബാഗ് എടുക്കാനായിട്ട് അവൻ എന്ത് ചെയ്തു, കുനിഞ്ഞു. ഝുക്ന മീൻസ് കുനിയുക. അപ്പം അവൻ എന്താ, നട്കട്ട് എന്ത് ചെയ്തു, തൻ്റെ ബാഗ് എടുക്കാനായിട്ട് കുനിഞ്ഞു. അച്ചാനക് ഉസ്കാ പാവ് ഫിസല. അച്ചാനക് പെട്ടെന്ന് അവൻ്റെ പയർ എന്നൊക്കെ പറയും, അവൻ്റെ കാലെന്ത് ചെയ്തു, ഫിസലിന വഴുതുക, കാൽ വഴുതി. അവർ വഹ് പാനിമേ ഗിർപ്പട, അവൻ എങ്ങോട്ടേക്ക് വീണു മക്കളെ, വെള്ളത്തിലേക്ക് വീണു. ഗിർന വീഴുക. പാനി കാ ബഹാവ് തേസ് ദാ അവർ നട്കട്ട് കോ തൈർന നഹിയാത്ത. അപ്പം വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായിരുന്നു, അവൻ അത്ര നീന്താനും അറിയില്ലായിരുന്നു. ഡൂബ്ത്തെ ഉതാർത്തെ ദൂർ ജാനേ ലഗ. മുങ്ങിയും ദൂരത്തേക്ക് അവൻ എന്ത് ചെയ്യാൻ പോകാൻ തുടങ്ങി. ഡൂബ്ന, നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതിന് സൂരജ് ഡൂബ് രഹാ ഹെ എന്ന് പറയും, അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഡൂബിന മീൻസ് എന്താ, മുങ്ങുക. അവിടെ എടുക്കുന്ന അർത്ഥം എന്താണ്, അസ്തമിക്കുക എന്നാണ്. അപ്പോൾ ഡൂബിന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ എടുക്കുന്നത് എന്താ, മുങ്ങുക എന്നാണ് കേട്ടോ. അപ്പോൾ മുങ്ങിയും അവൻ ദൂരേക്ക് പോകാൻ തുടങ്ങി. झटपट को तैरना आता था. झटपट ने नींदल അറിയാം. उसने झट अपना बस्ता पीठ से उतार कर पुल की मुंडेर पर रखा और नदी में कूद पड़ा. അപ്പോൾ ഝട്പട്ടിന് നീന്തൽ അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തൻ്റെ ബാഗ് എടുത്ത് പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, നദിയിലേക്ക് എടുത്ത് ചാടി. കുതിച്ച് ചാടുക. थोड़ी दूर तैरने के बाद उसने नटखट को पकड़ लिया. കുറച്ച് ദൂരം സഞ്ചരിച്ച ശേഷം നട്കട്ടിനെ എന്ത് ചെയ്തു, അവൻ പിടിച്ചു. അവർ കിനാരെ पर ले आया, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, നദിയുടെ അരികിലേക്ക് കൊണ്ടുവന്നു. झटपट को इतना गुस्सा आ रहा था कि नटखट को दो झापड़ लगाए. झटपटिന് അത്രത്തോളം ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെ അവൻ വിചാരിച്ചു ഇവന് 2 അടി കൊടുക്കാം. झापड़ അടി, 2 അടി കൊടുക്കാൻ തോന്നി. पर नटखट इतना डरा और घबराया हुआ था कि അപ്പം അനിയൻ ആകെ പേടിച്ച് വരണ്ടിരിക്കുകയാണ്. ആകെ പേടിച്ചത് കണ്ടപ്പോൾ ഉസേ ചോട്ടാ ഭായി पर प्यार आ गया. അപ്പോൾ അനിയനോട് എന്ത് തോന്നി, സ്നേഹം തോന്നി. ആർക്ക്, झटपटिന് സ്നേഹം തോന്നി. उसने नटखट का हाथ पकड़े उसका बस्ता उठाया. അവൻ നട്കട്ടിൻ്റെ കൈ പിടിച്ചുകൊണ്ട് എന്താ അവൻ്റെ ബാഗ് എടുത്തു. അവർ പുൽ തക് പഹുച്ചാനെ വാലി ചढ़ाई चढ़ने लगी. ആ പാലം വരെ എത്തുന്ന ഒരു കയറ്റം എന്ത് ചെയ്യാൻ തുടങ്ങി, കയറാൻ തുടങ്ങി.
पुल पर पहुंचा ही था कि नटखट अचानक गला फाड़ कर रोने लगा. ആ പാലത്തിനരികിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നട്കട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? നെഞ്ചത്തടിച്ച് ഗല ഫാഡ് കർ റോന, നെഞ്ചത്തടിച്ച് കരയുക, ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി. झटपट ने कहा, झटपट പറഞ്ഞു, अब तो तुम बह जाने से बच गए हो, ഇപ്പം നീ ഒഴുകിപ്പോകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ. ബച്ചിന രക്ഷപ്പെടുക, ബച്ചാന രക്ഷപ്പെടുത്തുക. നീ ഒഴുകിപ്പോകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ. ഫിർ ക്യോം റോ രയോ, പിന്നെ നീ എന്തിനാണ് കരയുന്നത്. നട്കട്ട് ने रोते रोते कहा, നട്കട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തും ഘർ ജാക്കർ മാ സെ മേരി ശിക്കായത്ത് കരോगे, നീ വീട്ടിൽ പോയി എന്ത് ചെയ്യും, അമ്മയോട് എന്നെക്കുറിച്ച് എന്ത് പറയും, പരാതി പറയും എന്നാണ് ആരുടെ വിഷമം, നമ്മുടെ നട്കട്ടിൻ്റെ വിഷമം. ഓക്കെ മക്കളെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇത്രയും പാരഗ്രാഫ് ഒന്ന് നോക്കി അതിൻ്റെ എന്താണ് പറഞ്ഞു വന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് സമ്മറി പോലെ ശ്രദ്ധിച്ച്. ഝട്പട്ട് എന്താ വീട്ടിൽ പോയി എന്ത് ചെയ്യുന്നു, ഓരോ അവൻ്റെ പരാതികളും കാര്യങ്ങളും പറയുന്നു. അങ്ങനെ എന്താ അവൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കറക്റ്റ് അനിയൻ സമയത്ത് വരാതെ എന്താ കുളത്തിലെ മത്സ്യങ്ങളെയും മറ്റു കാഴ്ചകളും എല്ലാം കണ്ടു നിൽക്കുന്നു. പാലത്തിൽ കയറേണ്ടതിന് പകരം പാലത്തിൽ കയറാതെ താഴേക്ക് ഇറങ്ങുന്നു. അപ്പോൾ വള്ളങ്ങളുണ്ടാക്കി ഉണ്ടാക്കി വെച്ചിരുന്ന വള്ളങ്ങളെല്ലാം വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുന്നു. അത് കണ്ട് ഉല്ലസിച്ച് നിൽക്കുന്നു. ചേട്ടൻ വിളിക്കുമ്പോൾ അവൻ പെട്ടെന്ന് കയറാൻ തുടങ്ങുന്നു. കാല് വഴുതുന്നു, വെള്ളത്തിലേക്ക് വീഴുന്നു. അനിയന് നീന്തലറിയില്ല, ചേട്ടനായ ഝട്പട്ടിന് നീന്തലറിയാം. അവൻ ചാടുന്നു, ചാടി ഇറങ്ങുന്നു, കുറച്ച് ദൂരം നീന്തുന്നു. ആരെ രക്ഷപ്പെടുത്തുന്നു, അനിയനായ നട്കട്ടിനെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവരുന്നു. കരയിലേക്ക് കൊണ്ടുവരുമ്പോൾ തൻ്റെ നട്കട്ട് എന്ത് ചെയ്യുന്നു, പാലത്തിനടുത്ത് എത്തിക്കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങുന്നു. എന്തിനാണ് കരഞ്ഞത്, അവൻ വീട്ടിൽ പോയി അമ്മയോട് എന്ത് പറയും, പരാതി പറയുമെന്ന പേടിയിലാണ് ആര് കരയുന്നത്, നമ്മുടെ നട്കട്ട് കരയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് നന്നായി വായിച്ച് നോക്കുക, വാക്കുകളും അർത്ഥങ്ങളും പഠിക്കുക, കമ്പയർ ചെയ്ത് വായിക്കുക. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.